ആദ്യമായി തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഡെന്നിസ്. ഞാൻ പാലാ രൂപതയിലെ പൈക സെൻറ്റ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂൺ 1 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ആദ്യമായ ഉടമ്പടിയിൽ നിയോഗമായി വെച്ചത് ഞങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിലും ആത്മീയമായും വിശുദ്ധിയിലും വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്നാണ്. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മക്കൾ 2 മക്കളാണ്. മോള് 12th പഠിക്കുകയായിരുന്നു, ഇളയാളാണ്. മോൻ മൂത്തയാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി 4th ഇയർ പഠിക്കുന്നു. മോൾക്ക് നാട്ടിലെവിടെയെങ്കിലും നല്ലൊരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമതായിട്ട് നിയോഗം വെച്ചത്. കൂടെ മോനും ഡിഗ്രി കഴിയുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ പ്ലേസ്മെൻറ്റ് കിട്ടി നല്ലൊരു ജോലി കിട്ടണേ എന്നുള്ള ആഗ്രഹത്തിലാണ് നിയോഗം വെച്ചത്. 12th മോളുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് മാർക്ക് അവൾക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു പോയി. എങ്കിലും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മോൾക്കൊരു അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏറ്റുമാനൂരുള്ളൊരു ഏജൻസിയിൽ പോയി. ഏജൻസിയിൽ ഞങ്ങൾ അന്വേഷിച്ചു. പുറത്തേക്ക് പഠിക്കാൻ പോകാനുള്ള ചാൻസിനെ പറ്റിയാണ് അന്വേഷിച്ചത്. അപ്പോൾ എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ള വിടാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി നൂലുമാലകളുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് PTE എക്സാം പാസ്സാവണം, അതിനുശേഷം നമ്മൾ ബാങ്കിലെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മസ്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിൽ ജോലിയായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ലോൺ എടുക്കാനൊക്കെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം മോള് PTE എക്സാം എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ മോള് പാസ്സായി. പിന്നീട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ ലോണിന് വേണ്ടിയൊക്കെ പോയി തുടങ്ങി. ലോണിന് വേണ്ടിയൊക്കെ പോയപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ മാതാവ് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഈ ഉടമ്പടി കാശുരൂപമായിട്ടാണ് പോയിരുന്നത്. മാതാവ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ക്രമീകരിച്ച് തന്നു. അത് കൊറോണയുടെ സമയമായിരുന്നു, അതുകൊണ്ട് ഓഫീസുകളൊക്കെ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള സമയമായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന് മോൾക്ക് ഓസ്ട്രേലിയയിൽ കട്ടൺ യൂണിവേഴ്സിറ്റിയിൽ 25% സ്കോളർഷിപ്പോട് കൂടി പഠിക്കുവാൻ അഡ്മിഷൻ കിട്ടി. അങ്ങനെ മോളിപ്പം പഠിച്ച് കഴിഞ്ഞ് ഗ്രാജുവേഷന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ്. മോന് ആ സമയത്ത് തന്നെ മോന് വേണ്ടിയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നത് 2 പേർക്കുള്ള ലോൺ തരാമെന്നായിരുന്നു. പക്ഷേ മോൾക്ക് തന്നു കഴിഞ്ഞ് ബാങ്ക് പറയുന്നു ഇനി ഒരാൾക്ക് തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. കാരണം മോനെയും ഞങ്ങൾ വിടാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. കൊറോണ കഴിഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ആയ സമയത്തായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നിത്യാരാധന ചാപ്പലിൻ്റെ മുന്നിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ മോനെയും മോളെയും കൂടെ നിർത്തി അവരെയും ബ്ലസ് ചെയ്യിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ 2 പേർക്കും ഓരോ കാശുരൂപം നൽകിയിട്ട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളും മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോനെ വിടാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്, അവനെയും കൂടി നീ വിട്ടോ, പൈസ ഞാൻ ചിലവാക്കിക്കോളാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ 2 പേരെയും ഒരുമിച്ച് ഞങ്ങൾക്ക് വിടാൻ സാധിച്ചു. മോൻ ഇവിടുന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അവിടെ ചെന്ന് ഗ്രാജുവേഷൻ ചെയ്തു. 2 വർഷത്തെ ഗ്രാജുവേഷൻ ചെയ്തു. മോനിപ്പോൾ ജോലിയായി. എൻ്റെ രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരു കുഴൽക്കിണറായിരുന്നുണ്ടായിരുന്നത്. കുഴൽക്കിണറിൽ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചെങ്കിലും വെള്ളം കിട്ടാൻ വീണ്ടും തടസ്സം വന്നപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥന തുടങ്ങി. ഉടമ്പടി ഉപ്പും കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കുഴൽക്കിണറിൽ വെള്ളം കിട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം രണ്ടാമതൊരു സാധാ കിണർ കൂടി കുഴിക്കണമെന്ന് വലിയൊരാഗ്രഹം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം ഈ കുഴൽക്കിണറിലെ വെള്ളത്തിന് ചെറിയ ചെളി ചൊവയും അതുപോലെ നമ്മൾ തലമുടി കഴുകുമ്പം ചകിരി പോലെയൊക്കെ ആകുമായിരുന്നു മുടി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് വീണ്ടും ശക്തമായിട്ടൊരു സാധാ കിണറിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് രണ്ടാമത് ഒരു സാധാ കിണർ കൂടി കുഴിച്ച് ആ കിണറിലും ഇപ്പോൾ വെള്ളം കിട്ടി തുടങ്ങി.
മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി നിയോഗം, ഞങ്ങൾക്ക് ഒരു 60 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയിൽ വഴി കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സിനോടൊക്കെ പല പ്രാവശ്യം ചോദിച്ചെങ്കിലും അവരൊന്നും വഴി തരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവസാനം ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് ഒരു കാശ് രൂപം ബ്ലസ് ചെയ്ത് ജോസഫ് അച്ഛൻ തന്നു. ഞാൻ ആ കാശ് രൂപവും ഉപ്പും കൊണ്ടുപോയി ഞങ്ങളുടെ പറമ്പിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിലോട്ട് വഴി കിട്ടി. പിന്നെ എൻ്റെ നാവിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പം അതൊരു ഞാൻ ഹോസ്പിറ്റലിൽ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചപ്പോൾ ഒരു 2 മാസത്തോളം ഒരു ഓയിൽമെൻറ്റൊക്കെ തേച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ 2 മാസത്തോളമായിട്ടും എനിക്ക് ആ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കാരിതാസിൽ വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ പേടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഹോർമോൺ ചേഞ്ചസിൻ്റെയും ഏജിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അത് കുറച്ച് ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അതിലും സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ വലത് കൈയിൽ ഒരു ഞരമ്പിന് ഒരു വേദനയുണ്ടായി. അപ്പം എനിക്ക് ഭക്ഷണം വാരി കഴിക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. അത് ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് കുറച്ച് നാൾ മെഡിസിൻ എടുത്ത് നോക്കാം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് നോക്കാം, എന്നിട്ട് മാറിയില്ലേ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി. പിന്നെ എങ്ങനെയാണോ ആ വേദന, ഒരു സർജറിയും കൂടാതെ എനിക്ക് ആ വേദന തീർത്തും മാറിക്കിട്ടി. പിന്നീട് എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും വൃദ്ധസദനങ്ങളിലും ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു സഹായം ആവശ്യപ്പെട്ട് വരുന്നവർക്കൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. പത്രം ഞാൻ ആദ്യമൊക്കെ നൊവേനപ്പള്ളികളിലൊക്കെ പോയി നടന്നാണ് പത്രം കൊടുത്തിരുന്നത്. പിന്നീട് ഞാനത് നിർത്തി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി നിന്ന് ഇപ്പം ഞാൻ പത്രം കൊടുക്കുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്. ബൈബിൾ വായനയും മറ്റു കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും ഒത്തിരി ടെൻഷനും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഓടി ഇവിടെ വരും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടാറുണ്ട്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വ്യക്തിപരമായിട്ട് നേരത്തെയൊക്കെ എനിക്ക് ക്ഷമിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുകയും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ആത്മീയമായിട്ടും ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാകില്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരമമായ കാരുണ്യത്തിന് എങ്ങനെയാണ് ജോബ് വിധേയനാകുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിൽ, അതായത് ഒത്തിരിയേറെ ജീവിതം തന്നെ മറ്റുള്ളവർ പറയുമ്പോൾ മടുത്തു എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയിലും ജോബ് അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങേക്ക് ഉചിതമായത് അവിടുന്ന് നിറവേറ്റുമെന്നും ജോബ് ദൈവത്തോട് പറയുന്നു. ഇന്ന് ഉടമ്പടിയിലൂടെ ഓരോ മക്കളും തങ്ങളുടെ സാക്ഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഉചിതമായ സമയത്തെ ദൈവിക ഇടപെടലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, തൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ 60 വർഷമൊക്കെ ആയിട്ട് തങ്ങളുടെ വീട്ടിലേക്കൊരു വഴി ലഭിക്കുന്നത്, തനിക്ക് തന്നെ കിട്ടിയ പലതരത്തിലുള്ള രോഗസൗഖ്യ അനുഭവങ്ങൾ, എല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്ന് എന്ത് വന്നാലും ഇത് തങ്ങളെ കൊണ്ട് മാത്രം തീർത്താൽ തീരുന്ന കാര്യമല്ല എന്ന് ഒരു ചിന്ത വരുമ്പോൾ ഉടനെ വരുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലേക്കാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട് എന്നാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.